ഇന്ന് വൈകുന്നേരം അൽഫാം ചിക്കൻ തന്നെ അങ്ങ് ഉണ്ടാക്കി കളയല്ലേ. എന്നാൽ വേഗം ബാമക്ക് ഉണ്ടാക്കി കളയാലോ. അതിനൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യൂലേ, അത് പിന്നെ ഞാൻ പറയണ്ടല്ലേ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിൻ്റെ ജാറിലേക്ക് തക്കാളി ഉള്ളി ഇട്ടതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു നാല് തണ്ട് നമ്മളെ മല്ലിച്ചപ്പും ഇട്ട് നല്ലപോലെ ഫൈനാക്കി അരച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ അരച്ചെടുത്ത മിക്സ് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മളെ ചിക്കൻ മസാലയോ അല്ലെ ഇറച്ചി മസാലപ്പൊടിയാണ് കേട്ടോ. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി മിക്സിയിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ ഇറച്ചി മസാലപ്പൊടി, പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും പറഞ്ഞ് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് കുറച്ചൊരു കളറ് കുറവുള്ളതുകൊണ്ട് തന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. നല്ലപോലെ എല്ലാ ഭാഗത്തും ഉപ്പിടാൻ മറന്നു വയ്ക്കുക. ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക കേട്ടോ. എല്ലായിടത്തും ഉപ്പെല്ലാം എത്തണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയത് ചിക്കനാണ്. അൽഫാമിന് കുറച്ച് വലിയ ചിക്കൻ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മളെ അൽഫാമിനെല്ലാം ഓരോരോ വരകൾ ഉണ്ടാവില്ലേ, അതുപോലെ നമ്മൾ ഏകദേശം നല്ല വലിപ്പമുള്ള പീസ് ഇറച്ചി കൂടുതലുള്ള സ്ഥലങ്ങളിൽ നല്ലപോലെ വരയിട്ട് നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കണം. ഏത് മിക്സ്? നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സില്ലേ, അതിലിട്ട് നല്ലപോലെ കുഴച്ച് മറിച്ച് തിരിച്ചിങ്ങെടുക്കണം കേട്ടോ. എല്ലാവരും എത്തുന്ന തരത്തിൽ നല്ലപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇത് നേരെ നമ്മൾ ഒരു 2 മണിക്കൂറോ അല്ലെ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ സൂപ്പറായിരിക്കും. നല്ലോണം മസാല അതിലേക്ക് പിടിച്ചിട്ടിരിക്കും. അപ്പം നമുക്കിപ്പോൾ സമയം ഇല്ലാത്തവരാണെങ്കിൽ മിനിമം 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. പിന്നെ നമുക്കൊരു ബട്ട എടുക്കാം. ബട്ട തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വട്ടയോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഏറ്റവും നല്ലത്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വാർന്ന് നമ്മൾ ഈ ചിക്കനില്ലേ, നമ്മൾ നല്ലോണം മസാല പെരക്കി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി നമ്മൾ വട്ടയിലേക്കിട്ട് പൊരിച്ചിങ്ങെടുക്കണം കേട്ടോ. അത് നമ്മൾ ഒരു കൂടി പൊരിച്ച് വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ 2ാമത്തെ ട്രിപ്പാട്ടോ നമ്മളിടുന്നത്. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു ഭാഗം നല്ലോണം ഒരു 5 മിനിറ്റ് വേപ്പിക്കണേ. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ നേരെ മറിച്ചിടണം. അങ്ങനെ നമ്മൾ എല്ലാ ചിക്കനും 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് മറിച്ചിട്ടാലേ നമ്മൾ മസാല അതിലേക്ക് പിടിക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അങ്ങനെ ലോ ഫ്ലെയിമിൽ നിന്ന് ഒരു 1/4 മണിക്കൂർ ഏകദേശമാണ് നമ്മൾ ചിക്കൻ വെന്ത് വരാൻ. അന്നേരം ഒരു 10 മിനിറ്റ് അപ്പുറത്തും മറിച്ചിട്ട് 10 മിനിറ്റ് ഇപ്പുറത്തും മറിച്ചിട്ടാൽ നമ്മളെ ചിക്കൻ അടിപൊളിയായിട്ട് അൽഫാമിൻ്റെ കളറിൽ വന്നിട്ടുണ്ടാവും. നല്ല വെന്ത് വന്നിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും ഒരു 2 സ്പൂണ് നമ്മളെ ടൊമാറ്റോ സോസും കൂടി മിക്സാക്കിയത് നമ്മൾ ഈ അൽഫാമിന് പൊരിഞ്ഞ് വന്ന ചിക്കൻ്റെ മേലേക്ക് തടവി കൊടുക്കണം. നല്ലോണം എല്ലായിടത്തും ഒന്ന് എത്തുന്ന തരത്തിൽ തടവി കൊടുത്ത് 2 സൈഡും ഒരു 5 മിനിറ്റ് ഈ മിക്സ് ചൂടാക്കി എടുക്കണം. എന്നാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലെ അൽഫാം ചിക്കൻ റെഡിയായിട്ട് വരും കേട്ടോ. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ സ്മോക്കും കൂടി ചെയ്താൽ അടിപൊളി ടേസ്റ്റായിട്ട് കേട്ടോ. എന്നാൽ വൈകുന്നേരം ഒരു അടിപൊളി ഈവനിങ് തന്നെ കിട്ടും. എന്നാൽ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം ഞാളെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. സംഗതി നല്ല ഉഷാറാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ ബൈ.